സോ നമ്മുടെ ഹൈപ്പർ അൽവഫയുടെ ഫൺഫിൽ റോഡ് ഷോയിൽ അടുത്തൊരു ഫാമിലിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. തകൃതിയായ ഷോപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹായ്, സുഖാണോ? സുഖം. എന്തുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഹൈപ്പർ വഫയിൽ എല്ലാ വ്യാഴാഴ്ചയും ഒരുവിധപ്പെട്ട ദിവസങ്ങളൊക്കെ വരലുണ്ട്, എല്ലാ വീക്കെൻഡ്സിലും. ഓക്കെ. എത്ര മക്കളാണ്? 3 മക്കള്. ഹായ്, ഈ ഡോറ കൊള്ളാലോ, നൈസ് ഹെയർ ആണ്. ഇതാരാ? ഹായ്, എന്താ പേര്? ഇസ. ഓ നൈസ് നെയിം. ഈ ബാക്കിൽ ഒളിച്ചിരിക്കുന്ന ഇതാരാണെന്ന് ഇങ്ങോട്ട് വന്നേ. എന്നാ നാടോ അത്? എന്താ പേര്? ഷെയാൻ. ആ, ഷെഹ്ലിൻ. ഇതിൽ ഈ 3 പേരിലെ ഏറ്റവും ചട്ടമ്പി ആരോ നിങ്ങളുടെ വീട്ടിലെ? ലേറ്റസ്റ്റ് ആണ്. നമ്മള് അങ്ങനെ പറയത്തില്ലേ? ഓക്കെ, ബ്രദറാ. ഓക്കെ. എങ്ങനെയുണ്ട് സൗദി അറേബ്യയിലെ ജീവിതം? സൗദി അറേബ്യയിലെ ജീവിതം ഒരുപാട് മാറ്റങ്ങൾ കണ്ടു വളർന്നേക്കണ കാരണം നല്ല ഇതുണ്ട്. കാര്യം 10-18 വർഷമായി ഞാനിവിടെ. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ. ഞാൻ വരുന്ന സമയത്തൊന്നും ഇവിടെ ഒന്നുമില്ല, ആകെ സാമ ബാങ്ക് മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ വ്യത്യാസങ്ങളെ കണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. അതേമാതിരി ഫാമിലീസിനാണെങ്കിൽ എൻജോയ് ചെയ്യാനുള്ള ഓരോ കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് നാട് മിസ് ചെയ്യണില്ല. ഇപ്പൊ കുറെ പ്രോഗ്രാംസും മലയാളീസും ഒരുപാട് നമുക്ക് എപ്പോഴും മിങ്കിൾ ചെയ്യാൻ പറ്റും. ഈസ്റ്റേൺ പ്രോവിൻസ്. ഇപ്പൊ നമ്മളിവിടെ ഒരു അടിപൊളി ഒരു വൈബ് അങ്ങ് ക്രിയേറ്റ് ചെയ്തു അല്ലേ? വീക്കെൻഡ് വന്ന് എവിടെ പോകുന്നുള്ള കൺഫ്യൂഷൻ. ലുലുലു പ്രോഗ്രാം, വഫേല് പ്രോഗ്രാം, എല്ലായിടത്തും നമ്മുടെ ഈ ഹൈപ്പർ അൽവഫ ദമാമിൽ വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ മനസ്സിൽ? ഇങ്ങനെ വെയിറ്റിംഗിലായിരുന്നു. വഫ ഓപ്പൺ ആവാൻ വേണ്ടിട്ട് വെയിറ്റിംഗിലായിരുന്നു. കാരണം നമ്മള് ഷോപ്പിങ്ങിന് എപ്പോഴും പ്രിഫർ ചെയ്തോണ്ട് നെസ്റ്റോ ആയിരുന്നു, കോബാർ വരെ പോകണമായിരുന്നു. ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യണം. അപ്പൊ നമുക്കിപ്പോ വഫ വന്നപ്പോ ഈസി ആയി. നിങ്ങൾ ഇങ്ങനെ ഓഫർ നോക്കി വരുന്ന ഒരു ഫാമിലിയാണോ അതോ അല്ല? നമ്മള് വീക്കെൻഡ് ഓഫർ നോക്കും. ഇപ്പൊ നമ്മളുടെ ഒക്കെ വീഡിയോ ഒക്കെ കാണാറുണ്ടോ? ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അല്ല, ഞാൻ ഉടനെ എടുത്ത് പറയാം. ഓക്കെ. ഈ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? 4-ലോ? മോള് ഏത് ക്ലാസ്സിലാ? 8-ല്. ചേച്ചി എങ്ങനെയുണ്ട്? ഇത്താത്ത അടിപൊളിയാണോ അതോ തല്ലു കൊള്ളിക്കും അല്ലേ? അതെ. ഈ വാവ തിരിച്ചു കൊള്ളിക്കാം. മിടുക്കൻ. കൊണ്ട് വെറുതെ ഇരിക്കുന്ന സ്വഭാവം ഇല്ല. നടുക്കഷ്ണം ആയോണ്ട് എങ്ങനെയുണ്ട്? ഇടിയൊക്കെ കൊള്ളിപ്പിക്കുവോ കുറച്ച്? ഇല്ല, എന്ത് പേരെന്താ? നിഷാദ്. ബ്രദർ അല്ലേ? ഇവിടെ എത്ര വർഷമായി സൗദിയില്? 6-7 വർഷമായി. എങ്ങനെയുണ്ട് ഇവരുടെ കൂടെ എപ്പോഴും ഷോപ്പിംഗ്? ഇല്ല. വീക്കെൻഡ്സിൽ നിങ്ങൾ ഇങ്ങനെ കണ്ടുമുട്ടുന്ന ഒരു സ്ഥലമാണോ ഹൈപ്പർ അൽവഫ? അതോ അതിന് മുന്നും ഇടയ്ക്കൊക്കെ വരുന്നതും എല്ലാം? എങ്ങനെയുണ്ട് കുക്കിങ്ങിലൊക്കെ? എങ്ങനെയുണ്ട് കുക്കിംഗ്? ഞാൻ ഫാമിലി വന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ. ഫാമിലി വരുന്നതിന് മുന്നേ ഞാൻ സെൽഫ് കുക്കിംഗ് ആയിരുന്നു. പിന്നെ ഫാമിലി വന്നതിന് ശേഷം 5-6 വർഷമായിട്ട് അങ്ങോട്ട് വിട്ടു. പിന്നെ നമ്മൾ ആ ഏരിയ മതിയായി. അപ്പൊ ഞാൻ എന്നാലും അത്യാവശ്യം പിടിച്ചു നിൽക്കുമല്ലോ. എപ്പോഴും പറയലുണ്ട് ട്രൈ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല, ഞാൻ മാറി. ഇടയ്ക്കൊക്കെ അവസരം കൊടുക്കണം കേട്ടോ. ചാൻസ് കൊടുത്താലും കഴിവ് തെളിയിക്കാം. അതാ പറ്റുമോ? അല്ലെ നമുക്കും വല്ലപ്പോഴും ഇവരുടെ കഴിവുകളൊന്നും അറിയണ്ടേ. അപ്പൊ ആ ഒരു അവസരങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ. ഇവിടുത്തെ നമ്മുടെ ഹൈപ്പർ അൽവഫയിൽ നല്ല സ്പേഷ്യസ് ആണ്, എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ ഓൾറെഡി എനിക്ക് ഇവരുടെ മാനേജറെ പരിചയമുള്ള, നബീലിനെയൊക്കെ പരിചയമുള്ളതാണ് എനിക്ക്. അപ്പോൾ ഞാൻ തുടങ്ങിയ ടൈമിൽ, അതായത് ഇനാഗുറേഷൻ പിറ്റേ ദിവസം ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. വന്ന് കണ്ട് ഞാൻ നബീലിൻ്റെ അടുത്ത് നേരിട്ട് പോയി പറഞ്ഞാണ്, ഞാൻ നിങ്ങളുടെ സെറ്റിങ്സ് ഓക്കെയാണ്, ഇത്രയും ദിവസവും ഇത്ര നാൾ നമ്മളിവിടെ കണ്ട് ഒരു ഇതല്ല കണ്ണിനുള്ളത്. അതായത് ഇപ്പോൾ ലുലു ആണെങ്കിലും നെസ്റ്റോ ആണെങ്കിലും അതിനേക്കാളൊക്കെ ഓപ്പോസിറ്റ് വേറെ ഒരു വെറൈറ്റിയാണ് ഇതെന്ന് ഞാൻ അവരുടെ അടുത്ത് നേരിട്ട് പോയി പറഞ്ഞാണ്. നബീലിൻ്റെ സ്പേഷ്യസ് ആണ്, ഒരു വെറൈറ്റി ഉണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയ ഒക്കെ ആയാലും, ഐ മീൻ ലേഡീസിന്റെ ഗാർമെന്റ്സ് ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? എങ്ങനെയുണ്ട് അതിനെ കുറിച്ച്? ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സുകൾ വരുന്നുണ്ട്. അത് നമ്മൾ കണ്ടുമടുത്ത ടൈപ്പ് അല്ല. അതായത് നാട്ടിലാണ് ലേറ്റസ്റ്റ് ഇറങ്ങണേന്നുള്ളൊരു ചിന്താഗതി മാറി തുടങ്ങി. കാരണം ഇവിടെയും ലേറ്റസ്റ്റ് വന്നു തുടങ്ങി. ഇവിടുത്തെ ഫുഡ് കോർട്ട് ട്രൈ ചെയ്തിട്ടുണ്ടോ? ഫുഡ് കോർട്ട് ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല. കേക്ക് വാങ്ങിച്ചിട്ടുള്ളൂ. പക്ഷെ ഇനി അതുകൂടെ ഒന്ന് ട്രൈ ചെയ്യണം. കാരണം കിട്ടിയിട്ടുണ്ട്, കുറെ അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട് ഇവിടുത്തെ ഫുഡ് നല്ല. ബിക്കോസ് നമ്മള് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഹൈപ്പർ അൽവഫയുടെ ഒരു ഫൺ ഫിൽഡ് റോഡ് ഷോയുമായിട്ടാണ്. ഇതിലൊരു ഫണ്ണി ക്വസ്റ്റ്യൻസ്, GK അങ്ങനെ എല്ലാം ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിക്കണോ, ഇത്തിരി ഇന്റലക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് GK ചോദിക്കണം? ആ ചിരി കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു GK വേണം തോന്നുന്നു. എന്നോട് GK ചോദിക്കൂ എന്ന് ഒരു ചിരി ആണോ? ചോദിക്കട്ടെ? ധൈര്യമായിട്ട് ചോദിച്ചോളാം. വേണ്ട, ഞാനൊരു ഫൺ ഫിൽഡ് ക്വസ്റ്റ്യൻ, കാരണം പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ചോദിക്കാം. ഒരു ഓട്ട മത്സരം റണ്ണിങ് റേസിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല.
ആരാ പങ്കെടുത്തേക്കുന്നത്? ഇവിടെ പങ്കെടുത്തിട്ടുണ്ടോ? ഓക്കെ. അപ്പം നമ്മൾ ഓടി ഓടി സെക്കൻഡ് പ്ലേസ് ഉള്ള ഒരാളെ മറികടന്നു എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് സ്ഥാനത്തെത്തും? എനി ആൻസർ? സെക്കൻഡ് പ്ലേസ് ഉള്ള ആളെ മറികടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ എത്രാം സ്ഥാനത്തെത്തും? സെക്കൻഡ് പ്ലേസിലെത്തും. ഫസ്റ്റ് പ്ലേസ് ഉള്ള ആളെ നമ്മൾ വെട്ടിച്ചിട്ടില്ലല്ലോ. ഇല്ല, കറക്റ്റ് ആൻസർ. കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഇത്രയെങ്കിലും ബുദ്ധിയുള്ളത് ഇവിടെ ആണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഓരോ സമ്മാനം കൊടുക്കുന്നതായിരിക്കും. തൊപ്പി വെച്ച് അങ്ങനെ തന്നെ ഇരുന്നോളൂ. ബട്ട് ഈ ട്രൈഡ് കുഞ്ഞു കൊച്ചല്ലേ, അതുകൊണ്ട് ഇന്ന് ഉമ്മച്ചിക്ക് കൊടുക്കുകയാണ് ഒരു ചെറിയ ഗിഫ്റ്റ് നമ്മുടെ ഹൈപ്പർ ആൽബോഫയുടെ. നമ്മുടെ ഫൺഫിൽ റോഡ് ഷോയിൽ ഞാൻ ഒരാളെ പോലും വെറുതെ വിടത്തില്ല. നമ്മുടെ കസ്റ്റമർ അടുത്ത് വരും. അവർ ഏകദേശം ബില്ലിങ്ങിന് വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുമായിരുന്നു. ആ സമയത്ത് നമ്മൾ അവരെ ഒന്ന് പരിചയപ്പെടാൻ വന്നിരിക്കുകയാണ്. ഹായ് ഗൈസ്. ഹായ്. ഹലോ. എന്താ പേര്? അപ്പു. നല്ല പേരാണല്ലോ. പേരെന്താ? പുണ്യദേവി. പുണ്യദേവി. അജിത്. എന്തുകൊണ്ട് വിശേഷം? സുഖാണോ? ഇവിടെ എവിടെയാ താമസിക്കുന്നത്? വീട്ടിലാന്ന് മാത്രം പറയരുത്. എവിടെയാ? ദമാമോ. നാട്ടിലെവിടെയാ? കായംകുളം. കൊല്ലം. ആ, ഓക്കെ. ഏതെങ്കിലും ഒരു സ്ഥലം ഒന്ന് ഉറപ്പിക്കാമോ പ്ലീസ്? എൻ്റെ സ്ഥലം കൊല്ലം, ഹസ്ബൻഡ് ആലപ്പുഴ. ആലപ്പുഴ. അപ്പൊ രണ്ടിന്റെയും കൂടെ മിഡിൽ. ഇപ്പൊ ആരുടെ കൂടെ താമസിക്കുന്നത്? അച്ഛന്റെ കൂടെ. അച്ഛന്റെ ചെറിയതൊന്നും എടുത്ത് പറയണ്ടേ? ആ, ഓക്കെ. ചേട്ടൻ അവിടെ തകൃതിയായി ബില്ലടിച്ചിരിക്കുക. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി ഗൈസ്. ഇത് ബ്രദർ ആണല്ലേ? ആ, ഓക്കെ. ഇത് ഭയങ്കര വിനയകുഞ്ഞിനായി നിൽക്കുന്നു, ഒന്നും പറയുന്നുമില്ല. ഈ തലയിൽ എന്താ ഒരു മരം പോലെയൊക്കെ സംഭവം കൊള്ളാലോ. ഇവിടെ എത്ര വർഷമായി സൗദി അറേബ്യയിൽ? 1 വർഷം. എവിടെ വർക്ക് ചെയ്യുന്നു? ഞാൻ ബേസിക്കലി ഹോം ടീച്ചറാണ്. ഹോം ടീച്ചറാണ്. ആ, ഏത് സബ്ജക്റ്റ്? ഫിസിക്സും കെമിസ്ട്രിയും. ഫിസിക്സും കെമിസ്ട്രിയും പഠിപ്പിക്കുന്ന ആർക്കെങ്കിലും ട്യൂഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇതേണ്ട ഇവിടെ നമ്മുടെ പുണ്യദേവി എന്നല്ലേ, ഡെഫിനറ്റ്ലി കോണ്ടാക്ട് ചെയ്യുക. അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ റെഫറും ചെയ്ത് കൊടുക്കുക. ഹസ്ബൻഡ് ഇവിടെ സൗദിയിൽ എത്ര വർഷമായി? ഹസ്ബൻഡ് 3 വർഷം, ഞങ്ങൾ 2 വർഷം. 2 വർഷം. ഇവിടെ ദമാമിൽ തന്നെയാണോ താമസിക്കുന്നത്? മോൾ ഏത് ക്ലാസ്സിലാ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. ഇനി സെക്കൻഡിലോട്ട്. കൺഫ്യൂസ്ഡ് ആയി കേട്ടോ. ഇനി 1-ലാണോ 2-ലാണോ എന്ന് പറയണത്. ഇവിടെ എങ്ങനെയുണ്ട് ഹൈപ്പർ ആൽബോ? അടിപൊളിയാണോ? അച്ഛൻ എന്തെല്ലാം വാങ്ങിച്ചു തന്നു? അച്ഛൻ ഗ്ലൂക്കോസ് വാങ്ങിച്ചു തന്നു. എന്തോ ക്രാഫ്റ്റ് ചെയ്യുന്ന സാധനങ്ങളാ. അച്ഛൻ ഗ്ലൂ വാങ്ങിച്ചു തന്നാ പറയാ. ഞാൻ കേട്ട ഗ്ലൂക്കോസ് വാങ്ങിച്ചു തന്നു. ഇവിടെ സൂപ്പർ ആണോ? ഇഷ്ടപ്പെട്ടോ? ചൂട് എങ്ങനെയുണ്ട്? സഹിക്കാൻ പറ്റുന്നുണ്ടോ? ഇറങ്ങുന്നില്ല. ഇല്ല, ഞാൻ ഇറങ്ങത്തില്ല. അപ്പോൾ എങ്ങനെയുണ്ട് സൗദി അറേബ്യയിലെ ജീവിതം? ഓക്കെയാണ്. ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടോ ട്യൂഷൻ? ഒരുവിധം കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. കുഴപ്പമില്ല. ഇവിടെ എങ്ങനെയുണ്ട് പിള്ളേർ? നമ്മുടെ നാട്ടിലത്തെ പിള്ളേരെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ പിള്ളേരൊക്കെ എഡ്യൂക്കേഷൻ സിസ്റ്റം ബേസ് എനിക്ക് കൂടുതൽ IAST സ്റ്റുഡൻസ് ആണ്. CBSE കരിക്കുലം ആണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ നാട്ടിലും CBSE പഠിപ്പിച്ചിട്ട് വന്നുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അല്ല, ഞാൻ കുട്ടികൾ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഓക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കാണെങ്കിൽ ഇവരുടെ അത്രയും മെച്യൂരിറ്റി ഇല്ല. ഇവർക്കൊക്കെ എല്ലാ കാര്യത്തിലും നല്ല നോളജ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ബ്രദർ ഇവിടെ 1 വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ സീക്കോ മെഡലിസ്റ്റ് വർക്ക് ചെയ്യുന്നു. മാരീഡ് അല്ലല്ലോ? ഓക്കെ. ഒരു നാണം കണ്ടപ്പോൾ എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ചോദിച്ചാ. ഇല്ല, ഇതൊക്കെ കണ്ടിട്ട് വല്ല പെൺപിള്ളേരും പ്രപ്പോസ് ചെയ്താലോ? സോ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഫൺഫിൽഡ് റോഡ് ഷോയുമായിട്ടാണ്. അൽവഫയുടെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ വരുന്നതാണ്. അപ്പോൾ ഞാനൊരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കാം. ആൻസർ പറയുവാണെങ്കിൽ ഒരു ചെറിയ ഗിഫ്റ്റും തരാം. കൊള്ളാം അല്ലേ? ആൻസർ പറയാതെ ഗിഫ്റ്റ് വേണോ? ആ പരിപാടി ഇവിടെ ഇല്ല. സോ ഞാനൊരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഡേ ടു ഡേ ആക്ടിവിറ്റിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. സൺഡേ മൺഡേ. ഡേ ടു ഡേ അല്ല. അങ്ങനെയല്ല. ഇന്ന് ഏത് ദിവസമാണ്? തേഴ്സ്ഡേ. അതൊന്ന് ആലോചിച്ചിട്ടാ പറഞ്ഞത്. കുഴപ്പമില്ല. ഓക്കെ. ഈ ഒരു സംഭവം, ഓക്കെ, ഇതൊരു സാധനമാണ്. ഈ ഒരു സംഭവം ഉണങ്ങും തോറും നനഞ്ഞുകൊണ്ടിരിക്കും. ചാടിക്കേറി ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണെങ്കിൽ സമ്മാനമൊന്നുമില്ല. നനഞ്ഞുകൊണ്ടിരിക്കും. പ്രാക്ടിക്കലി ചിന്തിച്ച് ഭയങ്കര ബുദ്ധിപരമായി പറയുക. ഒരു വേ അത് കറക്റ്റാണ്.
ഉണങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും അല്ല, അപ്പോൾ വീണ്ടും ഡ്രൈ ആവുക ചെയ്യും. നമ്മളതിൽ ഇത് കൊടുക്കും, ഈർപ്പം കൊടുക്കുന്നു, തെറ്റാവുന്നു. ചെറിയ രീതിയിൽ വേണമെങ്കിൽ പറയാം. പക്ഷെ ഉണങ്ങുമ്പോഴത്തേക്കല്ലേ ഉണങ്ങിയാലേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റൂ. വാട്ടർ പെയിന്റ് വാട്ടർ പെയിന്റ് ഇതൊരു പ്രത്യേകതരം തലയുള്ളൊരു ഫാമിലിയാണ്. നമ്മൾ ഇതൊന്ന് നോക്കി വെക്കണം. ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങൾ വെച്ചാൽ ഈ ഒരു ആൻസറും ആക്ച്വലി കറക്റ്റ് ആണ്. എനിക്ക് അതുകൊണ്ട് സമ്മാനം കൊടുത്തേ പറ്റുള്ളൂ. പക്ഷെ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ടവലായിരുന്നു. ഓക്കെ, ടവലായിരുന്നു. പക്ഷെ വാട്ടർ കളർ ഈസ് റൈറ്റ്. കണ്ടോ, നമ്മൾ ചിന്തിക്കാത്ത രീതിയിലൂടെ പോയി ആൻസർ പറഞ്ഞു തന്നു. അതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് നമ്മുടെ ഹൈപ്പർ അൽവാഫയുടെ വകയായിട്ടുണ്ട്. കണ്ടോ, ഫൺഫിൽ റോഡ് ഷോയിൽ അടുത്ത ഒരു ഫാമിലിനെ കിട്ടിയിട്ടുണ്ട്. ഇവരും തകൃതിയായ ഷോപ്പിങ്ങിലായിരുന്നു. ഹായ് ഗൈസ്, നിങ്ങൾ 2 ഫാമിലി ഫ്രണ്ട്സ് ആയിരിക്കും അല്ലേ? കസിൻസ് ആണ്. ആ ഓക്കെ. ഹായ്, അവിടെ 2 പേരും നിൽപ്പുണ്ട്. ഹായ്, ഹലോ, അടിപൊളിയാണല്ലോ. ഇങ്ങോട്ട് വന്നേ. ഇത് ആരാ മെഹന്തിയൊക്കെ ഇട്ട് തന്നേക്കുന്നേ? നല്ല വാവാച്ചി, ഇങ്ങ് വന്നേ. ഒളിച്ച് നിൽക്കുകയാണ്. എന്നെ കണ്ടിട്ട് എന്തോ പേടിച്ച് നിൽക്കുന്ന പോലെ ഉണ്ട്. നല്ല ഹെയറൊക്കെ ആരാ ഇങ്ങനെ സെറ്റ് ചെയ്ത് തന്നേ? ഉമ്മിച്ചിയാണോ? എന്നെ ഇങ്ങനെ ഭയങ്കര ഭീകരജീവി കാണുന്ന പോലത്തെ ഒരു ഫീലിൽ നോക്കുന്നുണ്ട്. പേടിച്ച് നിൽക്കുകയാണ്. എത്ര വയസ്സുണ്ട് ഇവർക്ക് 2 പേർക്ക്? 3 വയസ്സ്. ഇവർ തമ്മിൽ നല്ല കമ്പനിയായിട്ട് പോവാണ്. ഓക്കെ. സോ ഹൈപ്പർ അൽവാഫയുടെ നമ്മുടെ ഒരു ഫൺ ഫിൽ റോഡ് ഷോയുടെ ഭാഗമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഫണ്ണി ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആൻസർ പറയുകയാണെങ്കിൽ ഗിഫ്റ്റ് തരും. ഓക്കെ, അപ്പം നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താ പേര്? ഷംസീർ. ഷഹാന. വാവയുടെ പേരെന്താ? പേര് പറയാം. പേര് പറ. റുവ. ദുവ. നല്ല നെയിം. വാട്ട്സ് യുവർ നെയിം? ഇല്ല. ഹെൻസ. ഓക്കെ. റബ്സീന. അബ്ദുൽ നാസിർ. ഓക്കെ, എനിക്ക് റബ്സീന എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു 10th ആ ഒരു ഇതിലുള്ളപ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ എവിടെയാന്ന് പോലും അറിയില്ല. നാട്ടിലെവിടെയാണ് നിങ്ങൾ? കണ്ണൂർ. 2 പേരും കസിൻസ് ആണല്ലോ. സൗദിയിൽ വന്നിട്ട് ഒത്തിരി വർഷമായോ? 6 വർഷം. 12. സീനിയർ അല്ലേ? ഇവിടെ ദമാമിലാണോ എവിടെ താമസിക്കുന്നത്? ദമാമിലാണ്. നിങ്ങൾ യൂഷ്വലി വീക്കെൻഡ് ഷോപ്പിങ്ങിന് ഹൈപ്പർ അൽവാഫയിൽ വരുന്നവരാണോ അതോ മന്ത്ലി ഷോപ്പിംഗ് അങ്ങനെയാണോ? വീക്കെൻഡ് ഷോപ്പിംഗ്. നമ്മുടെ ഓഫറൊക്കെ നോക്കിയാണോ വരുന്നത്? നമ്മളെ വീഡിയോസൊക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടോ വീഡിയോയിൽ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ ഇടാറുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനൊരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കാം, ശ്രദ്ധിച്ച് കേൾക്കണം. ഇതൊരു കുസൃതി ചോദ്യമാണ്. നമ്മുടെ നാട്ടിൽ പലതരം കോഴികളുണ്ടല്ലോ. ഞാൻ ഈ കോഴികളെയല്ല ഉദ്ദേശിച്ച്, പൂവൻ കോഴി, പിടക്കോഴി, അങ്ങനത്തെ കോഴിക്ക് മുട്ടയിടാൻ ഒരു കൂരപ്പുറത്ത് കയറി പൂവൻ കോഴി. ഈ മുട്ട എവിടേക്ക് പോകും? മുട്ട ഇട്ടുവാണെങ്കിൽ മുട്ട എവിടേക്ക് വീഴും? ഏത് ഡയറക്ഷനിൽ വീഴും? എന്തോ? മുട്ടയിടല്ലോ. ശ്രദ്ധിച്ചു കേട്ടോ. പക്ഷെ ചിലരാളെ ഓർത്താലേ ഇത് താഴോട്ട് പോകും. ഐസക് ന്യൂട്ടൻ്റെ ഇടയ്ക്ക് ആപ്പിൾ തലേ വീണ പോലെ മുട്ട താഴെ വരുമോ അതോ ഇനി അവിടെ കൂടെ തങ്ങി നിൽക്കുമോ? റൈറ്റ് ആൻസർ. ചോദ്യം വളരെ ശ്രദ്ധിച്ച് കേട്ടതുകൊണ്ടാണ് ഇവിടെ ആൻസർ പറയാൻ പറ്റിയത്. അപ്പോൾ ചെറിയൊരു ഗിഫ്റ്റ് തരാം. നമ്മുടെ ഹൈപ്പർ അൽവാഫേൻ്റെ വകയായിട്ട് ഒരു സ്മോൾ ഗിഫ്റ്റ്. ഓക്കെ, സോ ഇൻ അവർ ഫൺ-filled road show, I got a few bachelors over here. Let me ask the questions to them. Hi guys. Hi. How are you? Fine? Yeah. How is your weekend shopping or is it monthly shopping? No, weekend. It's weekend. Weekend. So usually you come to Hyper Alwafa? Yeah, because it's closer to us and we have everything here, no? Oh, okay. So how is the offers here? Is it good? It's reasonable? Yeah, it is reasonable. It's good? Reasonable. Did you ever try the food court here? We have a food court. No, we didn't. No? So you cook usually for yourself. So who is the best chef among you? He's Who? now. And what he cooks? Noodles? No? What he makes? He makes biryani, Oh, rice and mashallah. everything. He's an You- all-rounder. Okay, so from which part of India you come? No, I'm from Sri Lanka. Sri Lanka. Sri Lankans. I'm sorry, guys. I thought you guys are Indians because you were saying Tamil before. So no, Sri Lanka, but we are neighbors, right? Okay. So what's traditional Sri Lankan dish you make? Traditional Sri
We are making all the things, especially rice and Rice and curry. Same Is it similar to Indian? Because I never tried we are using spicy spicy food. compared to same like Kerala. Okay. Rice and curry. So you guys make biryani also? Yeah, Okay. So where you working in, or the mom? we work several Different companies. So but you guys are staying together in a room or apartment? Actually, most of us are married bachelors. We have sent our families for vacation. for vacation. Vacation. So we are busy. Okay, then this is the best time, guys. Maybe that's why he don't want to show his face. And he was running away when I came with the mic and all. आपका नाम क्या है? What's your name? Fazil. Fazil, Shanas. Shanaz, Zamil. Zamil, Mirshad. Nisha, Altaf. Shafraz. Shaf, Shafraz. Shafraz. Oh, name itself a variety, right? Okay, I never heard this name. That's why I asked. So I came with a fun-filled roadshow. This is from Hyper Alpha. You can see the video in Hyper Alpha Facebook page. Okay, and I'll ask a small question. If the answer is right, I'll give a small gift. Otherwise, I have to say bye. Okay? So you're up for it? Yeah. Okay. So my question is, what starts with an E, ends with an E, but contains only one letter? Could you please repeat it? This thing starts with letter E and ends with also E, but it contains only one letter. Energy. E. Energy. What's the spelling of energy? Contains only one letter, you mean? Yeah, letter. Oh, it's a one word. It's a funny question. So- Engine. I. La, I already told this word starts with letter E, Okay. and it will ends with letter E, Okay. and it has only one letter. Only one letter. Not three letters. No. Just maybe yeah, in your college times or something you might use this. Envelope. Ah, okay. So these three were the, you know, what do you say for you lucky winners, and you use your college time the best because they used maybe love They are letters, right? masterminds. They are masterminds. So the right answer is envelope. Okay, so I'll give a small gift. Okay, it's a small gift from Hyper. Thank you very much. So moving on to another family, we have a family here. Hi, hello. ഹായ് പറയാൻ എടുത്തതാ സ്ട്രോ മൂരിപ്പോയി ഹായ് ഹലോ ഹലോ എന്താ പേര് Soya. സോയ ഐ ലവ് യു ഡാഡി ഓ നൈസ് ഒന്ന് കണ്ടോട്ടെ Open it. ഓപ്പൺ ചെയ്തു ഓക്കേ യു മെയ്ഡ് ദിസ് ഓക്കെ ഇറ്റ്സ് എ കേക്ക് നോക്കേ ഡാഡിയുടെ ബർത്ത്ഡേ വല്ലതും ആണോ ഇല്ല ചുമ്മാ ചെയ്തയാ അല്ലേ മോളുടെ പേരെന്താ Selena. ജെലി Selena. ജെലീന Mummy. മോളുടെ പേരെന്താ Selena. മോളുടെ പേരെന്താ Zoya BP. സോയ ആ ഉമ്മേന്റെ പേരൊക്കെ പറഞ്ഞു എന്താ പേര് സൽമ അനീഷ് നാട്ടിലെവിടെയാ മലപ്പുറം അവരുടെ പേരെന്താ മുഹമ്മദ് ഇഷാൻ നിങ്ങൾ വീക്കെൻഡ് ഷോപ്പിംഗ് ആൾക്കാരാണോ അതോ മാസത്തിൽ ഇറങ്ങുന്ന ആൾക്കാരാണോ എല്ലാ ആഴ്ചയിലും ഇറങ്ങും ഇവിടെ ദമാമിൽ അടുത്ത് തന്നെയാണ് താമസം സൗദിയിൽ ഒത്തിരി വർഷം ആയോ ഓ ഒരുമിച്ചാണ് വിസിറ്റിന് വന്നതാ ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഹൈപ്പർ അൽവഫയുടെ ഒരു ഫൺ ഫിൽഡ് റോഡ് ഷോയുമായിട്ടാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും ഫാമിലീസ് കസ്റ്റമേഴ്സിൻ്റെ ഒരു ഫീഡ്ബാക്കും കൂടെ ഇതുവഴി എടുക്കാമെന്നുള്ളതാണ് അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും നിങ്ങൾ കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ ഒരു ഗിഫ്റ്റ് കൂടെ തരും ഹൈപ്പർ അൽവഫയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് അതല്ല ക്വസ്റ്റ്യൻ ഓഫേഴ്സ് ഒക്കെ അപ്പോൾ ഓഫേഴ്സ് ഒക്കെ നോക്കിയിട്ടാണോ നിങ്ങൾ വരുന്നത് നമ്മളെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടോ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് വരല്ല എങ്ങനെയുണ്ട് മറ്റുള്ള ഒരു ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ സ്പേഷ്യസ് ആണെന്ന് കുറേ പേര് പറയുന്നുണ്ട് ആ നെസ്റ്റ് ഉണ്ടായിരുന്നു ഒരു വർഷം മുമ്പ് കത്തിപ്പോയി അന്നേ നമ്മൾ അവിടെ പോകുന്നത് പിന്നെ അതിന്റെ ശേഷം നമ്മൾ ഇവിടെ തോബാർ നെസ്റ്റ് ഗോപാറിലല്ല നമ്മൾ ഈ വീട് ഇവിടെ ആയതുകൊണ്ട് ഇവിടെ നമ്മളെ മെയിൻ അതിൻ്റെ അവിടെ ഉണ്ട് നെസ്റ്റോയിൽ പോകുന്നുണ്ട് ഇവിടെ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പ്രൈസ് കുറച്ച് കൂടുതലാണ് ഗ്രാൻഡാണ് കമ്പാരിറ്റീവ്ലി ഇവിടെ ഇപ്പം സ്പേഷ്യസ് ആണ് അത് പറഞ്ഞ പോലെ പ്രൈസും ഓക്കെ ഇവിടുത്തെ ഫുഡ് കോർട്ടൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ ഇല്ലായിരിക്കും അല്ലേ ഹോട്ടലിൽ പോയി ഇല്ല ബിക്കോസ് ഇവിടെ ഫുഡൊക്കെ വെച്ച് തരാൻ ആളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ പർച്ചേസിംഗ്
ഇല്ല. ഓക്കെ, അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ആൻസർ പറയാൻ റെഡിയാണോ? സിമ്പിൾ ക്വസ്റ്റ്യൻസാ, GK ഒന്നും അല്ല, ഞാൻ ഫണ്ണി ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളിലൊക്കെ മാത്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു? മാത്തമാറ്റിക്സ് കണക്കായിരുന്നോ? കുഴപ്പമില്ല, കണക്കായിരുന്നു. എങ്ങനെയുണ്ട് 10th നല്ല സ്കോറൊക്കെ ചെയ്യാൻ പറ്റിയോ? കുഴപ്പമില്ല. സോ മാത്സ് എല്ലാവർക്കും ഒരു ഭയങ്കര പേടി സ്വപ്നമാണ്. എന്തുകൊണ്ടാണ് എന്നറിയാം? അതാണ് ക്വസ്റ്റ്യൻ. പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടാണ് മാത്സിൽ. കറക്റ്റാണ്. ഇത്ര പെട്ടെന്ന് ആൻസർ പറയുന്നത് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ആള് പുലിയാ. മാത്സിൽ നമുക്ക് ലൈഫിൽ പ്രോബ്ലംസ് വരുമ്പോഴല്ലേ നമുക്ക് എല്ലാവർക്കും ഒരു പേടി വരുന്നത്. അപ്പോൾ മാത്സിൽ പ്രോബ്ലം ഉള്ളതുകൊണ്ട് റൈറ്റ് ആൻസർ ആണ്. അതുകൊണ്ടാണ് കണക്കിനെ എല്ലാവരും ഒന്ന് പേടിക്കുന്നത്. സോ ഞാനൊരു ചെറിയൊരു ഗിഫ്റ്റ് കൂടെ തരാം, നമ്മുടെ ഹൈപ്പർ ആൽവഫയുടെ വക. ബിക്കോസ് അമ്മ ആൻസർ പറഞ്ഞു കേട്ടോ, ഉമ്മിച്ചി ആൻസർ റൈറ്റ് ആയിട്ട് പറഞ്ഞതുകൊണ്ട് കേട്ടോ.